ലോകരക്ഷകനായ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയെ അനുസ്മരിച്ച് ലോകം ക്രിസ്മസ് ആഘോഷിച്ചു. സ്നേഹത്തിൻ്റെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായാണ് ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ആഘോഷിച്ചത്. നാടെങ്ങുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം വിപുലമായ ചടങ്ങ്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയെ അനുസ്മരിച്ച് നാടെങ്ങും നന്മയുടെ മണിമുഴക്കം. ലോകം ക്രിസ്മസ് ആഘോഷത്തിൻ്റെ നിറം. ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നു വീഴുന്ന നിമിഷം. മാനവ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത യുഗപ്പിറവി. ലോകരക്ഷകനെന്ന് വിശ്വസിക്കുന്ന ദൈവപുത്രന്റെ ആഗമനം. നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഉദാത്തമായ സന്ദേശം വിളംബരം ചെയ്യുന്ന നിമിഷങ്ങളാണ്. തിരുപ്പിറവിയെ അനുസ്മരിച്ചുകൊണ്ടാണ് ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നക്ഷത്രവിളക്കുകളും ക്രിസ്മസ് പപ്പാമാരും കേക്കുകളും ഒക്കെ ആഘോഷത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങൾ. പരസ്പരം സ്നേഹാശംസകൾ പങ്കുവച്ചാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങളിലും ഭവനങ്ങളിലുമെല്ലാം പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ. തിരുപ്പിറവി വിളംബരം ചെയ്ത് നാടെങ്ങുമുള്ള ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. ആലപ്പുഴയിലെ വിവിധ പള്ളികളിൽ നടന്ന പാതിരാ കുർബാനയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ആലപ്പുഴ രൂപതയുടെ ഇടവക ദേവാലയമായ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ വിവിധ തിരുക്കർമ്മങ്ങൾ നടന്നു. രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് വിശ്വാസികളും തിരുക്കർമ്മങ്ങളിൽ പങ്കാളികളായി. ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലും ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ദിവസങ്ങൾക്ക് മുമ്പേ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. ജാതിമത ഭേദമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും കൈകോർക്കുന്ന ആഘോഷമാണ് ക്രിസ്മസ്. സ്നേഹവും നന്മയും സാഹോദര്യവും സമന്വയിക്കുന്ന ഉത്സവം. മുഴുവൻ ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ.